ഹലോ മക്കളെ, വെൽക്കം ടു ജി ബോർഡ്. എല്ലാവർക്കും മക്കളെ ജി ബോർഡിൻ്റെ 7ാം ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്നെ ചില ലൈവുകളിൽ അവിടെയും ഇവിടെയും കണ്ടെന്നല്ലാതെ എൻ്റെ പേര് നിങ്ങൾക്ക് അറിയാൻ ചാൻസ് ഇല്ല. എൻ്റെ പേര് നാഫി. സോഷ്യൽ സയൻസിൽ കുറച്ച് ചാപ്റ്റേഴ്സ് 2-3 ചാപ്റ്റേഴ്സ് എടുക്കുന്നത് ഞാനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. നിങ്ങൾ സ്കൂളിലൊക്കെ എത്ര ചാപ്റ്റേഴ്സ് എത്തി? 2-3 ചോദ്യം ഞാൻ ചോദിക്കുക, അതിൻ്റെ ആൻസേഴ്സൊക്കെ മക്കളൊന്ന് കമൻറ്റ് ചെയ്യില്ലേ? അപ്പോൾ നിങ്ങൾക്ക് സ്കൂളിലൊക്കെ എത്ര ചാപ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞു അതൊന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടത് എടുത്ത ചാപ്റ്റേഴ്സൊക്കെ നിങ്ങൾ പഠിച്ചോ. കാരണം നിങ്ങൾക്ക് പുതിയ ടെക്സ്റ്റ് ബുക്കാണ്, പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവില്ലേ. എന്നാൽ എത്രത്തോളം ചാപ്റ്റേഴ്സ് പഠിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പഠിച്ച കാര്യം ഓർമ്മയിൽ നിൽക്കാത്തൊരു പ്രശ്നമുണ്ടോ, മറന്നു പോകുന്നൊരു പ്രശ്നമുണ്ടോ? ആ പ്രശ്നം പരിഹരിക്കാനുള്ള കുറച്ച് ടിപ്പാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പരമാവധി ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളിത് ആൻസേഴ്സൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര്, നിങ്ങൾ പഠിക്കുന്ന സ്കൂള്, നിങ്ങളുടെ സ്ഥലം കൂടി എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് പഠിച്ചതൊക്കെ മറന്നു പോകാതെ പഠിക്കാൻ പറ്റുക? അത് നിങ്ങൾ 3 സ്റ്റെപ്പാണ് ഫോളോ ചെയ്യേണ്ടത് അല്ലേ മക്കളെ? നിങ്ങൾക്കറിയാം ടെക്സ്റ്റ് ബുക്ക്, നിങ്ങളുടെ സോഷ്യൽ സയൻസിൻ്റെ ടെക്സ്റ്റ് ബുക്ക് അടക്കം എന്താടാ, എല്ലാ ടെക്സ്റ്റ് ബുക്കും വലിയ ടെക്സ്റ്റ് ബുക്കാണല്ലേ. ആ ടെക്സ്റ്റ് ബുക്കിൽ വലിയ വലിയ ചാപ്റ്റേഴ്സ് ഉണ്ട്. ഓരോ ചാപ്റ്ററിലും ഒരുപാട് ടോപ്പിക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങളൊരു ടോപ്പിക്ക് പഠിക്കാൻ എടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, മധ്യകാല ഇന്ത്യയെക്കുറിച്ച് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്, മെഡീവൽ ഇന്ത്യയെക്കുറിച്ച് നിങ്ങൾ പഠിക്കുകയാണ്. മെഡീവൽ ഇന്ത്യ എന്നുള്ള ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, പല പല പാർട്സ് ആക്കി നിങ്ങൾ എന്ത് ചെയ്യണം, മുറിക്കണം. ശ്രദ്ധിക്കണം, മെഡീവൽ ഇന്ത്യ എന്നൊരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, ഏതൊരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കണം, വലിയൊരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അതിനെന്ത് ചെയ്യണം, പല പല പാർട്സ് ആക്കി മുറിക്കുക. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 2-3 പേജിലായിരിക്കും ഒരു ടോപ്പിക്ക് ഉണ്ടാവുക. ആ ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യുന്നു, 5-6 പാർട്സ് ആക്കി നിങ്ങൾ എന്ത് ചെയ്യുന്നു, മുറിക്കുന്നു. എന്നിട്ട് ഓരോ പാർട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് വായിച്ചിട്ട് പഠിക്കുക. ഓരോ പാർട്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നു, നന്നായി വായിച്ച് പഠിക്കുന്നു. അങ്ങനെ വായിച്ച് പഠിച്ചു എന്ന് വിചാരിക്കുക. നിങ്ങളിപ്പോൾ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞ ടോപ്പിക്ക് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ നിങ്ങളൊരു ടോപ്പിക്ക് മൺഡേ ആണ് പഠിച്ചത്. ശ്രദ്ധിക്കണം, നിങ്ങൾ എന്താടാ ഒരു ടോപ്പിക്ക് നിങ്ങൾ മൺഡേ പഠിച്ചു. നിങ്ങൾ ചെയ്യേണ്ട അടുത്ത പരിപാടി ട്യൂസ്ഡേയും വെനസ്ഡേയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും അത് എന്ത് ചെയ്യണം, റീകോൾ ചെയ്യണം. എന്താ റീകോളിംഗ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ സ്കൂളിലേക്ക് ഇങ്ങനെ ബാഗൊക്കെ ഇട്ട് കുടയൊക്കെ ചൂടി ഇങ്ങനെ നടന്ന് നിങ്ങൾ പോവുകയാണ് സ്കൂളിലേക്ക്. അങ്ങനെ സ്കൂളിലേക്ക് നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം മക്കളെ, നിങ്ങൾ തലേന്ന് പഠിച്ച മധ്യകാല ഇന്ത്യ അല്ലെങ്കിൽ മെഡീവൽ ഇന്ത്യയുടെ സവിശേഷതകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളിങ്ങനെ ഓർക്കണം. എന്തൊക്കെയായിരുന്നു സവിശേഷതകൾ, എന്തൊക്കെയായിരുന്നു ഫീച്ചേഴ്സ്, അത് നിങ്ങൾ ഓർത്തെടുക്കുക. അങ്ങനെ സ്കൂളിലേക്ക് പോകുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ, ബസ്സിൽ എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ, കുളിക്കുമ്പോൾ, ആ സമയത്തൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, റീകോൾ ചെയ്യുക. ഈ മറന്നു പോകാതെ പഠിക്കാനായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഏതാടാ, ആക്റ്റീവ് റീകോളാണ്. ഏതാടാ സ്റ്റെപ്പ്? ആക്റ്റീവ് റീകോളാട്ടോ. അപ്പോൾ നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് റീകോൾ ചെയ്യുക. നിങ്ങൾ സ്കൂളിലേക്ക് നടക്കുമ്പോഴും, സ്കൂളിൽ തിരിച്ചു വരുമ്പോഴും, ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴും, ആ സമയങ്ങളിലൊക്കെ നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യണം, റീകോൾ ചെയ്യണം. നന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, റീകോൾ ചെയ്യണം. അപ്പോൾ നിങ്ങൾ മൺഡേ ഒരു ടോപ്പിക്ക് പഠിച്ചു, ട്യൂസ്ഡേയും വെനസ്ഡേയും എന്ത് ചെയ്യുന്നു, ആ പഠിച്ച ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യാണ്, റീകോൾ ചെയ്യാണ്. പഠിച്ച ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യാണ്, റീകോൾ ചെയ്യുന്നു. അപ്പോൾ ആ പരിപാടി ആദ്യം നിങ്ങളൊരു ടോപ്പിക്ക് പഠിക്കുന്നു, 2 ദിവസം അത് റീകോൾ ചെയ്യുന്നു. ബുധനാഴ്ച നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്ത ടോപ്പിക്ക് പഠിക്കുക, അതെന്ത് ചെയ്യുക, പിന്നെ 2 ദിവസം, അതായത് എന്താണ്, തേഴ്സ്ഡേയും ഫ്രൈഡേയും നിങ്ങൾ എന്ത് ചെയ്യുക, റീകോൾ ചെയ്യുക. പിന്നെ ഫ്രൈഡേ നിങ്ങൾ അടുത്ത ടോപ്പിക്ക് പഠിക്കുക, ആ ടോപ്പിക്ക് എന്ത് ചെയ്യുക, സാറ്റർഡേയും സൺഡേയും നിങ്ങൾ എന്ത് ചെയ്യുക, റീകോൾ ചെയ്യുക. അടുത്ത മൺഡേ വീണ്ടും അടുത്ത ടോപ്പിക്ക് പഠിക്കുക. അപ്പോൾ ഒരു ടോപ്പിക്ക് പഠിക്കുന്നു, പിറ്റേന്നുള്ള 2 ദിവസം മക്കൾ നിങ്ങൾ എന്താ ചെയ്യുന്നത്, അതിങ്ങനെ ഓർക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്, നിങ്ങൾ സ്കൂളിലേക്ക് നടക്കുമ്പോൾ, സ്കൂളിൽ തിരിച്ചു വരുമ്പോൾ, കുളിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്തൊക്കെ എന്ത് ചെയ്യുക, പഠിച്ച കാര്യങ്ങൾ ഇങ്ങനെ ഓർത്തെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ചില പോയിന്റ് കിട്ടണമെന്നില്ല. അപ്പോൾ കിട്ടാത്ത പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് വീണ്ടും എന്ത് ചെയ്യുക, ഒന്ന് എഴുതിയെടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്പേസ്ഡ് റിപ്പീറ്റേഷൻ. ഇതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഒരു ടോപ്പിക്ക് നിങ്ങൾ തിങ്കളാഴ്ച പഠിക്കുന്നു, അത് റീകോൾ ചെയ്യുന്ന ചൊവ്വയും ബുധനാണ്. അടുത്ത ദിവസം നിങ്ങൾ വേറെ ടോപ്പിക്കാണ് പഠിക്കുന്നത് അല്ലേ. അങ്ങനെ ഓരോ ദിവസം നിങ്ങൾ ഓരോ ടോപ്പിക്ക് പഠിക്കുന്നു, 2 ദിവസങ്ങൾ അത് എന്ത് ചെയ്യുന്നു, റീകോൾ ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട പരിപാടി, ഒരു തവണ ഒരു ടോപ്പിക്ക് റീകോൾ ചെയ്തു. അപ്പോൾ നിങ്ങൾ ജൂലൈയിൽ എന്ത് ചെയ്യാണ്, ഒരു ടോപ്പിക്ക് പഠിച്ചു. ആ ടോപ്പിക്ക് നിങ്ങൾ റീകോൾ ചെയ്യേണ്ട എപ്പോഴാണ്, ഓഗസ്റ്റിലാണ്. ആ ടോപ്പിക്ക് നിങ്ങൾ റീകോൾ ചെയ്യേണ്ട എപ്പോഴാണ്, ഓഗസ്റ്റിലാണ്. നിങ്ങൾ ശ്രദ്ധിക്കണേ, നിങ്ങൾ ജൂലൈയിൽ എന്ത് ചെയ്യാൻ ഒരു ടോപ്പിക്ക് പഠിച്ചു, ആ ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യാണ്, ജൂലൈ 2 ദിവസം നിങ്ങൾ റീകോൾ ചെയ്തിട്ടുണ്ടാവും. ആ റീകോളിങ് എല്ലാ മാസവും നിങ്ങൾ എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം. നിങ്ങൾ ജൂലൈയിൽ ഒരു ടോപ്പിക്ക് റീകോൾ ചെയ്തു, അതായത് തിങ്കളാഴ്ച ഒരു ടോപ്പിക്ക് പഠിച്ചു, ചൊവ്വയും ബുധനും റീകോൾ ചെയ്തു. പിന്നെ അടുത്ത റീകോളിങ് എങ്ങനെയാണ്, അടുത്ത മാസത്തെ ഒരു ചൊവ്വാഴ്ച ബുധനാഴ്ച റീകോൾ ചെയ്യുക. പിന്നെയോ അടുത്ത മാസത്തെ ചൊവ്വാഴ്ച ബുധനാഴ്ച റീകോൾ ചെയ്യുക. അങ്ങനെ എല്ലാ മാസവും ഒരു തവണയെങ്കിലും നിങ്ങൾ പഠിച്ച ടോപ്പിക്ക് എന്ത് ചെയ്യണം, റീകോൾ ചെയ്യണം. നിങ്ങൾ എല്ലാ മാസവും പഠിച്ച ടോപ്പിക്ക് ഒരു തവണയെങ്കിലും മക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം, റീകോൾ ചെയ്യണം. അതിന് വിളിക്കുന്ന പേരാണെന്ത്, സ്പേസ്ഡ് റിപ്പീറ്റേഷൻ. അതായത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു തിങ്കളാഴ്ച ഒരു ടോപ്പിക്ക് പഠിക്കുന്നു, ചൊവ്വയും ബുധനും റീകോൾ ചെയ്യുന്നു. പിന്നെ റീകോളിംഗ് എപ്പോഴാണ് വീണ്ടും ചെയ്യേണ്ടത്, ആ ടോപ്പിക്കിൻ്റെ റീകോളിംഗ് അടുത്ത മാസമാണല്ലേ. അപ്പോൾ നിങ്ങളെന്താണ്, മെഡീവൽ ഇന്ത്യയിലെ
കൾച്ചർ അല്ലെങ്കിൽ സംസ്കാരത്തെക്കുറിച്ച് പഠിക്കുന്നു. അത് നിങ്ങൾ ചൊവ്വയും ബുധനും റീകോൾ ചെയ്യുന്നു. എന്നിട്ട് നിങ്ങൾ അത് പിന്നെ വീണ്ടും റീകോൾ ചെയ്യണം എന്നാ സെയിം ടോപ്പിക്ക് റിപ്പീറ്റ് ചെയ്ത് റീകോൾ ചെയ്യേണ്ട എന്നാടാ അടുത്ത മാസം ഓഗസ്റ്റിലാണ്, പിന്നെ അടുത്ത മാസം സെപ്റ്റംബറിലാണ്, പിന്നെ അടുത്ത മാസം ഒക്ടോബറിലാണ്. അങ്ങനെ ഓരോ മാസവും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ റീകോളിങ് റിപ്പീറ്റ് ചെയ്യണം. ഇങ്ങനെ ഈ 3 രീതിയിൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ പഠിച്ച കാര്യങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? പഠിക്കാൻ പോകുന്ന ടോപ്പിക്കിനെ ഡിഫറെൻറ്റ് പാർട്സ് ആക്കുന്നു, പാർട്ടാക്കി പഠിക്കുന്നു. ആ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇടയ്ക്കിടയ്ക്ക് റീകോൾ ചെയ്യുന്നു. ആ റീകോളിങ് നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഇടയ്ക്കിടയ്ക്ക് ഓരോ മാസവും റിപ്പീറ്റ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? പഠിച്ചെടുക്കാൻ പറ്റും. സെറ്റാണോ? റെഡിയാണോ? ഓക്കെ ആണോ? ചില്ലാണോ? അപ്പോൾ ഈ ഒരു രീതി നിങ്ങൾക്ക് പഠിച്ചത് മറന്നു പോകുന്ന ഒരു പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു രീതി ഫോളോ ചെയ്യുക. അപ്പോൾ നിങ്ങൾ പഠിച്ചത് മറന്നു പോകുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ഒരു രീതി ഫോളോ ചെയ്യാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക? ഐ ആം റെഡി എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഐ ആം റെഡി എന്ന് എന്ത് ചെയ്യണം? ഒന്ന് കമൻറ്റ് ചെയ്യണം. ഐ ആം റെഡി എന്ന് എന്ത് ചെയ്യണം? ഒന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്കൂളും കൂടി എൻ്റെ കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എൻ്റെ പേര് നാഫി. ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത് നിങ്ങളുടെ സോഷ്യൽ സയൻസ് 2-3 ചാപ്റ്റേഴ്സാണ്. അപ്പോൾ നമുക്ക് ലൈവൊക്കെ വരുമ്പോൾ സെറ്റാക്കാം. അപ്പോൾ ഈ രീതിയിൽ നന്നായിട്ട് എന്ത് ചെയ്യുക? പഠിക്കുക. ബാക്കി നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അപ്പോൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക? ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. വീണ്ടും കാണാതിരിക്കും. ബായ്.